ഹലോ, വെൽക്കം ടു വാച്ച് സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. ഞങ്ങളെ നെയ്ബർഹുഡിലെ സ്പ്രിങ് കാഴ്ചകൾ. ഞാൻ നടക്കാൻ പോയപ്പോൾ ഞാൻ വെച്ചു നല്ല ഭംഗിയുള്ളത് കാണാനായിട്ട് വെച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. ഞങ്ങളുടെ ഫുൾ നെയ്ബർഹുഡില്ല, ഒരു ചെറിയ ഏരിയ മാത്രമേ ഉള്ളൂ. ഞാൻ നടക്കാൻ പോയ വഴി മാത്രം. അപ്പോൾ അങ്ങ് തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ എനിക്കിഷ്ടമുള്ള ഒരു ചെടികളിൽ നിന്ന് തുടങ്ങാം. ഈ ഭംഗിയുള്ള പൂവ് സോസർ മെഗ്നോലിയ എന്നാണ് ഇതിനെ പറയുക. ചില ആൾക്കാർ ഇതിനെ ട്യൂലിപ്പ് ട്രീ എന്നും പറയുന്നുണ്ട്. എനിക്ക് ഇത് ശരിക്കും ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ ഞാൻ US ആദ്യമായിട്ട് വർക്ക് ചെയ്ത ഓഫീസിന്റെ എൻട്രിയിൽ 2 സൈഡിലും നിറച്ച് ഇതിന്റെ മരങ്ങളായിരുന്നു. അതിന്റെ അടിയിൽ ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു ഇരിക്കാനായിട്ട്. ഭയങ്കര ഭംഗിയായിരുന്നു സ്പ്രിങ്ങിൽ. ഇതിന്റെ പല വേർഷൻസ് ഓഫ് പിങ്കും വെള്ളയാണ് ഇതിന്റെ മെയിൻ കളറുകൾ. ഇതാണ് കേട്ടോ വേറെ ഒരു കളർ വേരിയേഷൻ ഇതേ ചെടിയുടെ തന്നെ. മാഗ്നോളിയായിട്ട് വ്യത്യാസം എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് അതിന്റെ ഗ്രോത്ത് ഹാബിറ്റും ലീഫിന്റെ ഷേപ്പൊക്കെ വ്യത്യാസമാണ്. മെയിൻ വേറെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പൂക്കുന്ന സമയം. പിന്നെ സദേൺ മാഗ്നോളിയയുടെ ഇല പൊഴിയില്ല വിന്ററിൽ, ഇതിന്റെ ഇല പൊഴിയും. നെക്സ്റ്റ് വൺ ഈ വീപ്പിംഗ് ചെറിയാണ്. നമ്മൾ ചെറി ബ്ലോസം പല സാധാരണ ഇങ്ങനെ ഒരു വീപ്പിംഗ് ഫോമിലല്ല, ഇതൊരു ഹൈബ്രിഡ് ചെറിയാണ്. എനിക്ക് തോന്നുന്നു യോഷീനോ ചെറി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന, ഞാൻ കാണിച്ചു തരാം ബാക്കി ഇനി കാണിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ തന്നെ വീപ്പിംഗ് വേർഷൻ ആണിത്. നല്ല ഭംഗിയുണ്ട് അതല്ലേ, അതിന്റെ ഇല ഇങ്ങനെ കാറ്റത്താടുന്ന കാണാനായിട്ട്. ഇത് വേറെ ഒരു പിങ്ക് വെറൈറ്റി പൂവാണ്. ഇതിന്റെ പേര് ക്രാബ് ആപ്പിൾ എന്നാണ്. ഇതിന്റെ ഇല നല്ല മെറൂൺ കളറാണ് കേട്ടോ. ചെറിയ ചെറിയ ആപ്പിൾ പോലത്തെ കായ് ഉണ്ടാവും ഇതിന്. നല്ല ഭംഗിയൊക്കെയാണ് കാണാൻ. പക്ഷെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ജാപ്പനീസ് ബീറ്റിലില്ലേ, റോസ് തിന്നാൻ വരുന്ന ബീറ്റുകൾ, അതുങ്ങളുടെ ഫേവററ്റ് ആണ് ഈ മരത്തിന്റെ ഇല. ആ ദൂരെ കാണുന്ന പിങ്ക് പൂക്കളിലെ, പിങ്കോ ലാവൻഡർ എന്നൊക്കെ വിളിക്കാം, അത് ഓൾമോസ്റ്റ് വയലറ്റിന്റെ വേരിയേഷൻ ആണ്. അനദർ ഫേവററ്റ് ട്രീ ഓഫ് മൈൻ. ഇറ്റ്സ് കോൾഡ് ദ ഈസ്റ്റേൺ റെഡ് ബഡ്. ഈസ്റ്റേൺ US നേറ്റീവ് ആയ ഒരു ട്രീ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ബ്രാഞ്ചിലാണ് പൂ ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ ചെമ്മീൻ, പുളി, ബിലിമ്പിയൊക്കെ പൂക്കൂല്ലേ, മരത്തിന്റെ തടിയുമ്പോ തന്നെ കാണിച്ചു തരാം കേട്ടോ. അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഈ കാണുന്ന മരമൊക്കെ തന്നെത്താനെ നാച്ചുറലി ബേർഡ്സ് കൊണ്ടിട്ടിട്ടും പിന്നെ വേറെ മരത്തിൽ നിന്നുള്ള വിത്തുകൾ വീണിട്ടുണ്ടായേക്കുന്ന മരങ്ങളാണ്. ഇതൊക്കെ ചെറിയ മരങ്ങളാണ്, എത്ര വലുതായിട്ടില്ല. ഇത് കണ്ട ഈ ട്രെയിലിന് ചുറ്റുമൊക്കെ ഇതൊന്നും നമ്മുടെ ഹോമോണസ് അസോസിയേഷനോ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പേഴ്സ് ഒന്നും നട്ടതല്ല, ഒക്കെ നാച്ചുറലി ഉണ്ടായേക്കുന്നതാണ്. അതാണ് ചെറിയ ചെറിയ മരങ്ങളെല്ലാത്തിൻ്റെയാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ എനിക്കൊരു ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൽസ് തന്നെയാണ്. നിറച്ച് ട്രെയിലുണ്ട് നടക്കാനായിട്ട്. അതും നല്ല ബ്യൂട്ടിഫുള്ളി ആണ് ഇവർ ട്രെയിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് വേറെ ഒരു നല്ല ചെടിയാണ്. ഇതിന്റെ പേര് സർവീസ് ബെറി. അഗൈൻ എ വെരി നേറ്റീവ് പ്ലാന്റ്. ഇത് കണ്ടോ മുമ്പിൽ കാണുന്നത് മറ്റേ ഡോഗിന്റെ പൂപ്പ് ഇടാനുള്ള ബിന്നും അതിന്റെ അന്നത്തുള്ള ട്രാഷ് ബാഗുമാണ്. ഇത് വെരി കോമൺ ആണ് US. നമ്മുടെ കമ്മ്യൂണിറ്റിയിലും എല്ലായിടത്തും ഉണ്ട്, ട്രെയിലിന്റെ സൈഡിലൊക്കെ എല്ലായിടത്തും ഉണ്ട്. ലോക്കൽ വൈൽഡ് ലൈഫിന് ഹാബിറ്റാറ്റ് കൊടുക്കുന്ന ഒരു ട്രീ ആണ്. നിറച്ച് ഇതിന്റെ ഫ്രൂട്ട്സ് ബേർഡ്സ് കഴിക്കും, ഇൻസെക്ട്സിനും നല്ലതാണ്. അങ്ങനെ നല്ലൊരു ട്രീ ആണിത്, സർവീസ് ബെറി. ഇനിയാണ് നമ്മൾ നമ്മുടെ ലോക്കൽ ചെറി ബ്ലോസം സീനറിയിലേക്ക് വരുന്നത്. ആ റോഡിന്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഫുള്ള് എതള് വീണ് നടക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് തീരാറായി പൂത്ത് കഴിഞ്ഞിട്ട്. ഈവൻ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കുറേശ്ശെ പച്ച ഇല കാണാൻ പറ്റില്ലേ. അതെന്ന് വെച്ചാൽ ഇല വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പൂ പോയി തുടങ്ങിയതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച വന്നിരുന്നെങ്കിൽ ഇതിലും ഭംഗിയായേനെ. ഈ ഒരു കുന്ന് കാണുന്നില്ല, ഇതൊക്കെ ഇവിടുത്തെ HOA ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിന്റെ പേര് ബേം എന്നാ പറയാ. ഇത് റോഡിന്റെ സൈഡിലായതുകൊണ്ട് നോയിസ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബേംസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ റോഡിന്റെ അപ്പുറവും ഇപ്പുറവും ഇതുപോലെ ബേംസ് ഉണ്ട്. ആ ബേംസിന്റെ മുകളിൽ മുഴുവൻ ചെറി ബ്ലോസം ആണ്. സാധാരണ ഇവിടെ നിറച്ച ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാൻ കാണുന്നതാണ്. ഇപ്പൊ പിന്നെ നിറച്ച നല്ല വെയിലാണ്, അതുകൊണ്ടാണ് ആരെയും കാണാത്തത്. ഇതിന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നടന്നു പോയി കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ അണ്ടർപാസ് ഉണ്ട്. ഇതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ പല പല അണ്ടർപാസുകളുണ്ട്. ഇപ്പോൾ നടക്കുമ്പോഴും നമ്മളെ എടപ്പള്ളിയിൽ അമ്മയുടെ വീടിൻ്റെ അടുത്ത് ഒരു അണ്ടർപാസ് ഉണ്ടാവും, അതിൽ കൂടി വണ്ടി പോകുന്നതാണ്. ഇതിപ്പോൾ വെറുതെ നടക്കാനും സൈക്കിളിനും വേണ്ടി മാത്രമാണ് കേട്ടോ ഈ അണ്ടർപാസൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അല്ലാതെ ട്രാഫിക്കിന് പോകാനുള്ള അണ്ടർപാസ് അല്ല ഇത്. ട്രാഫിക്ക് മുകളിൽ കൂടിയാണ് പോകുന്നത്. ഈ അണ്ടർപാസ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ബേമുണ്ട്. ആ ബേമിന്റെ മുകളിൽ ആ കാണുന്ന മുഴുവൻ ചെറിയ ട്രീ ആണ് കേട്ടോ. ആക്കിയാൽ ഞാൻ പറഞ്ഞ പോലെ പൂവൊക്കെ വീണ് തുടങ്ങി. അവസാനത്തെ പൂക്കളാണ് ഉള്ളത്. കണ്ടോ ഇവിടെ ഒരു ഈ റോക്ക് കാണുന്നുണ്ടോ ബാക്കിൽ. അതൊക്കെ എല്ലാം ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇവിടെ ഒന്നും ഫ്ലാറ്റ് ആയിരുന്നു കേട്ടോ അതിന് മുമ്പ്. സ്ഥിരം ഫോട്ടോ സ്പോട്ടുകളാണ് ഞാൻ കാണിച്ചു തരാം. അതിനപ്പുറത്ത് ഒക്കെ ഇങ്ങനെ പോവാന്ന്. ഇതും വേറൊരു നല്ല കാര്യമാണ്. നമ്മുടെ ട്രെയിലൊക്കെ ഫ്ലാറ്റ് അല്ല, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പം നമ്മൾ പല ഇൻക്ലൈനിൽ വാക്ക് ചെയ്യുന്നതും എല്ലാം ഇവരുടെ ട്രെയിലിൽ അവർ കവർ ചെയ്യുന്നുണ്ട്. അതും ഭയങ്കര ഹാർഡായി നടക്കാനുള്ള കയറ്റമുള്ള പാത്തുകൾ. അത്രയും കയറ്റം കയറണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പാത്ത് അപ്പുറത്ത് കൂടി ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ട്രെയിൽ ബിൽഡ് ചെയ്തേക്കുന്നത്. ചെറിയ ബ്ലോസത്തിന്റെ ബാക്ക് സൈഡ് വ്യൂ ഞാൻ നേരത്തെ കാണിച്ച ഹില്ലിന്റെ മുകളിലേക്കാണ് ഞാൻ ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. ഇതിപ്പോ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ബ്ലോസമാണ്. കഴിഞ്ഞ ആഴ്ച വന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിലും ഭംഗിയായിരുന്നേനെ. നേരത്തെ കാണിച്ച റോക്ക് കണ്ടോ, അത് അവിടെയാണ് ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ഹോൾ ഹില്ല് ശരിക്കും നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ.
ഈ ടാറിട്ട വഴിയൊക്കെ നടക്കാൻ വേണ്ടി മാത്രമുള്ള വഴികളാണ് കേട്ടോ, നടക്കാനും സൈക്കിളിനും ഓഫ് കോഴ്സ്. ഇത് കണ്ടില്ല, ഇത് വേറൊരു പാത്താണ്. ഇതിൻ്റെ അറ്റത്ത് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, ചെറി ബ്ലോസം പൂത്തുക്കുന്നുണ്ട്. വേറൊരു സെക്ഷൻ ചെറി ബ്ലോസം കണ്ട. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ഈ കാണുന്ന ആ റെഡ് ബോക്സാണ്. ഇതൊരു ഫ്രീ ലൈബ്രറിയാണ്. അപ്പോൾ ആൾക്കാർക്ക് ബുക്ക് ഇവിടെ കൊണ്ടുപോയി ഡൊണേറ്റ് ചെയ്തെന്ന പോലെ വയ്ക്കാം. ഇതിൽ നിന്ന് നമുക്ക് എടുക്കുകയും ചെയ്യാം ആവശ്യമുള്ള ആൾക്കാർക്ക്. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. കമ്മ്യൂണിറ്റിയുടെ പല പല ഭാഗത്തും ഇങ്ങനത്തെ ഫ്രീ ലൈബ്രറികൾ അവർ വെച്ചിട്ടുണ്ട്. ദ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് യു വിൽ റിട്ടേൺ ദ ബുക്ക് ബാക്ക് ടു വൺ ഓഫ് ദ ഫ്രീ ലൈബ്രറീസ് വൺസ് യു ആർ ഡൺ റീഡിങ് ഇറ്റ്. ഒരു കാര്യം അവർ ചെയ്തേക്കുന്നത് വെച്ചാൽ, ഈവൻ ദോ ഇറ്റ്സ് ഓൾ എന്താണ് ഭയങ്കര മാനിക്കേർഡ് ലുക്കാണെങ്കിലും കുറേ സ്ഥലത്ത് മാനിക്കേർഡിലാണ് നാച്ചുറലായിട്ടുള്ള ഏരിയകളും ഉണ്ട് ഈ ട്രെയിലിൽ. ഇതൊരു ചെറിയ അരുവിയാണ്. ഇത് ആ വാക്കിംഗ് ട്രെയിലിന് തൊട്ടടുത്താണ്. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നമ്മൾ അതിൻ്റെ അപ്പുറത്ത് വീടുകളുണ്ട്, ഇപ്പുറത്ത് നടക്കാനുള്ള വഴിയുണ്ട്. എന്നിട്ടും ഇതൊരു കാട്ടിൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു റൂറൽ ഏരിയയിൽ പോയൊരു ഫീലിംഗ് കാണും പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ. ഇങ്ങനെ പല പല സ്പോട്ടുകളുണ്ട് കേട്ടോ. ഏപ്രിലാണ് നമ്മുടെ മഴക്കാലം, നിറച്ച് മഴയുള്ളത്. അപ്പോൾ ഇത് ചിൽട്ടിലി നിറഞ്ഞ് ഒഴുകുമായിരിക്കും. ഈ സമയത്ത് കോമൺലി കാണുന്ന വേറൊരു മരമാണ് പൂത്ത് വെക്കുന്നത് ഈ കാണുന്നത്. ഇത് പക്ഷേ നല്ല മരമല്ല, ഒരു അസുരവിത്താണ്. ഇതിൻ്റെ പേര് കാലറി പെയർ അല്ലെങ്കിൽ ബ്രാഡ്ഫോർഡ് പെയർ എന്ന് പറയും. മേ ബി 10 years ബാക്ക് വരെ ലാൻഡ്സ്കേപ്പേഴ്സ് ഭയങ്കര ആയിട്ട് ഉപയോഗിച്ചെടുത്ത ഒരു മരമാണ്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇറ്റ് എസ്കേപ്പ് കൾട്ടിവേഷൻ. ഇപ്പോൾ അത് ഭയങ്കര ഇൻവേസീവായി. നാച്ചുറൽ ഹാബിറ്റാറ്റിനൊക്കെ ഇത് നശിപ്പിച്ചു തുടങ്ങി. നല്ല ഭംഗിയായ പൂവാണ്, എന്തേ കണ്ടില്ലേ, ക്ലോസപ്പ് അത് ഇങ്ങനെ ആയിരിക്കും. പക്ഷെ വൃത്തികെട്ട മണമാണ് കേട്ടോ ഇതിന്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഈ ഭാഗത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യൂ ഇതാണ്. ഒരു വലിയ ലേക്ക് ഉണ്ട് ഇവിടെ. വലിയ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്തേക്ക് പോവാണ്. ഇതാ ലേക്കിൻ്റെ പകുതി ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ആ നാരോ ചെയ്ത് അപ്പുറത്ത് പിന്നെയും ഇതിനെക്കാട്ടിലും വലിയൊരു ഭാഗമുണ്ട്. ഇവിടെ നമുക്ക് ഫിഷ് ചെയ്യാം, പക്ഷേ ക്യാച്ച് ആൻഡ് റിലീസ് ഫിഷിങ്ങേ ഉള്ളൂ. എന്ന് വെച്ചാൽ മീൻ പിടിച്ചിട്ട് നമ്മൾ ലേക്കിലേക്ക് തന്നെ തിരിച്ചു വിടണം. ആ പിടിക്കുന്ന ത്രില്ല് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഇവിടെ ആൾക്കാർ ഫിഷ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലമാണ്. അതാണ് വഴി ഇങ്ങനെ കാണുന്നത് കേട്ടോ. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഇത് ഈ കാണുന്നതാണ്. ഇത് കിളിക്കൂടാണ്, ഒരു സ്പെസിഫിക് കിളിക്ക് വേണ്ടിയിട്ടുള്ളത്. ബ്ലൂ ബേർഡ് എന്ന് പറഞ്ഞ നേറ്റീവ് ഒരു അമേരിക്കൻ ട്രഷ് എന്ന് പറഞ്ഞ ഫാമിലിപ്പെട്ടൊരു ബേർഡാണ്. ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരെണ്ണം ആ കൂട്ടിൽ നിന്ന് പുറത്ത് പറന്നു പോയുള്ളൂ. 1970s അമേരിക്കയിലെ ബ്ലൂ ബേർഡിൻ്റെ പോപ്പുലേഷൻ 70% ആയിട്ട് കുറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കൺസർവേഷൻ എഫേർട്സ് ആയിരുന്നു ഇതിൻ്റെ പോപ്പുലേഷൻ തിരിച്ച് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ താഴെ കിടന്ന് ആടുന്ന സാധനം കിട്ടും. ഇത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ പാമ്പും അണ്ണാനും കിളിക്കൂടിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലേ, ലേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ആ നാരോ ചെയ്തിട്ട് നിന്ന് പിന്നെയും വലുതായിട്ട് വരുന്നുണ്ടെന്ന്. ആ സെക്ഷനിലേക്കാണ് ഇപ്പോൾ ഞാൻ നടന്നു പോകുന്നത്. ഈ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് വ്യൂ കാണാം നമുക്ക്, ഹൗ ബിഗ് ഇറ്റ് ഈസ്. ആ ലേക്കിന് ചുറ്റും നടക്കാൻ ട്രെയിലുണ്ട്. അത് കാരണം വൈകുന്നേരം ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ നടക്കാനായിട്ട്. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരാൾ അവിടെ നിന്ന് ഫിഷ് ചെയ്യുന്നത് കാണാം നമുക്ക് കേട്ടോ. നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ് ആണ് ഇവിടെ. ഓഫ് കോഴ്സ് എൻ്റെ ഗാർഡൻ കാണിക്കാണ്ട് പറ്റില്ലല്ലോ. കുറേശ്ശെ പൂക്കളൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ. ഹയസിന്തും ഡാഫഡിൽസും ഒക്കെ, ബാക്കിയൊക്കെ കുറേശ്ശെ മുളച്ച് വരുന്നുണ്ട്. ഈ ചട്ടികൾ സാധാരണ എൻ്റെ ഗാർഡനിൽ ഇത്രയും ചട്ടി ഫ്രണ്ട് ആയിട്ട് ഞാൻ വയ്ക്കലില്ല. ഞാൻ പണ്ടത്തെ വീഡിയോ പറഞ്ഞു, വീട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് പുതിയ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ചെടികളൊക്കെ എടുത്ത് വെച്ചു എന്ന് 2 കൊല്ലം മുന്നേ. ആ പ്ലാൻ ക്യാൻസലായ പിന്നെ ആ ചെടിയൊക്കെ ചട്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അതാണ് ഈ നിറച്ച് ചട്ടികൾ കാണുന്നത് കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, 2 വലിയ ബുഷ് ഉണ്ടായിരുന്നു, മഞ്ഞ പൂക്കൾ ഉണ്ടായിരുന്നു, സെൻറ്റ് ജോൺസ് വോട്ട് എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നിരുന്നു. അതുമ്മ ഒരു അസുഖം പിടിച്ചിട്ട് കഴിഞ്ഞാണോ ഒരു പൂവൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് എംറ്റി സ്പോട്ട്സ് ഉണ്ട്, കുറച്ച് ചെടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നടണം. പിന്നെ ഓഫ് കോഴ്സ് മൾച്ച് ചെയ്യണം. ഈ ഡാഫഡിലിന് എന്ത് നല്ല മണം അറിയോ, ഞാൻ എൻ്റെ പേര് മറന്നുപോയി, തപ്പിയെടുക്കണം എന്താ പേരെന്ന്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഗാർഡൻ്റെ അവസ്ഥ. വൈകാതെ ഈ ചെടികളൊക്കെ വളർന്ന് നിറച്ച് പൂവാവും മേയാവുമ്പോഴേക്കും. പിന്നെ ഓഫ് കോഴ്സ് how can I leave without showing my neighbors cherry tree. ഇതിന് പൂക്കളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു തുടങ്ങി. ഇത് ഞങ്ങൾക്ക് എല്ലാ കൊല്ലവും അപ്പുറത്തുനിന്ന് അയൽവാസിയുടെ ഞങ്ങളുടെ സൈഡിലേക്ക് പകുതി ഇങ്ങനെ നിൽക്കുന്ന കാരണം നല്ല ഭംഗിയാണ്, ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം എന്നുള്ള വ്യൂ. ഞങ്ങൾക്ക് എപ്പോഴും ഈ ഒരു സൈഡിൽ നല്ല നിറച്ച് പൂക്കൾ പൂത്തുക്കുന്ന കാണാൻ പറ്റും. ആസ് ഐ സെഡ് ഏർലിയർ, കണ്ടില്ലേ, എല്ലാ ഇതിലും നിലത്ത് ഇങ്ങനെ ഒരു സൈഡിൽ മുഴുവൻ വീണ് കിടക്കുകയാണ്. ഇത് ഞങ്ങളുടെ സൈഡ് യാർഡാണ്. മൈ കേഡാമ മൊമെൻറ്റ്. എനിക്കറിയണം എന്താണ് ഓരോരുത്തരുടെ കയ്യിൽ വീണ് കഴിഞ്ഞാൽ അതിനുള്ള ഫാൻസി എന്താ എനിക്കറിയില്ല. ബട്ട് ഓൾ ദ K-drama ഷോ ദിസ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. നിങ്ങളുടെ എവിടെയും സ്പ്രിങ്ങും മരമൊക്കെ പൂത്തിട്ടുണ്ടോ? എൻ്റെ കുറേ ഫേവറേറ്റ് ട്രീകൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു. നിങ്ങളുടെ സ്പ്രിങ്ങിൽ ബ്ലൂം ചെയ്യുന്ന ഏറ്റവും ഫേവറേറ്റ് ട്രീ ഏതാ? കമൻറ്റ് പറയണേ. അപ്പോൾ അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.